ഗിരി എങ്ങോട്ടെങ്കിലും പോവാൻ നിൽക്കുമായിരുന്നു. ആ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക്. മാഡം ഇരിക്കൂ. വേണ്ട, ഞങ്ങളിപ്പോ തന്നെ പോവും. മാഡത്തിന് എന്നോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് മഞ്ജു പറഞ്ഞു. ഞാൻ ഓഫീസിലൊന്ന് കാണാനിരിക്കായിരുന്നു. ഗിരി വരുമെന്ന് മഞ്ജു പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾക്കിവിടെ മറ്റൊരു ആവശ്യത്തിന് വരേണ്ട കാര്യമുണ്ടായിരുന്നു. എന്നാ പിന്നെ വീട്ടിൽ വന്ന് ചോദ്യം ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഗിരിക്ക് സൗകര്യമായിരിക്കുമല്ലോ. താങ്ക് യു മാഡം. ഗിരി പീതാംബരനുമായിട്ട് പലവട്ടം തല്ലുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അയാളാ എന്റെ മോനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. 2-3 വട്ടം ഈ വീട്ടിൽ കയറി വന്നും അയാള് അടിയുണ്ടാക്കിയിട്ടുണ്ട്. ഓ, അപ്പോ അയാൾ ഗിരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയിട്ടുണ്ട്. അതെ മാഡം, അതും സ്ത്രീകൾ മാത്രം ഉള്ളപ്പോ. ഇങ്ങനെയൊക്കെ ദ്രോഹിച്ച ഒരാളെ കൊല്ലാൻ തോന്നുന്നത് സ്വാഭാവികമാണ് അല്ലേടോ? പീതാംബരനും താനും തമ്മിൽ എന്തായിരുന്നു ഇത്ര വലിയ പ്രശ്നം? പീതാംബരനെ ഇറക്കി വിട്ട ശേഷം അയാളുടെ മകൾ ഞങ്ങളുടെ കൂടെയായിരുന്നു താമസം. അയാൾക്കത് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഈ പറയുന്ന മകളല്ലേ പ്രീതി? അന്ന് ചടങ്ങിൽ വെച്ച് കണ്ട കുട്ടി? അതെ. ആ കുട്ടി ഇപ്പോഴും തന്റെ മഞ്ജുവിന്റെയും കൂടെ ഇവിടാണോ താമസിക്കുന്നത്? അതെ. ഇപ്പൊ ആ കുട്ടി പുറത്തു പോയിരിക്കുക. എനിക്ക് ആ കുട്ടിയുടെ നമ്പർ ഒന്ന് അയച്ചു തരണം. ശരി മാഡം. പീതാംബരൻ മരിച്ച സമയത്ത് ഗിരി കൺസ്ട്രക്ഷൻ സൈറ്റിലായിരുന്നു എന്നാണ് മഞ്ജു പറഞ്ഞത്, ശരിയല്ലേ? അതെ. ശരി, വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാം. അപ്പോ സ്റ്റേഷനിലേക്ക് ഒന്ന് വരേണ്ടി വരും. ശരി മാഡം. ഒരു കാര്യം കൂടി, പീതാംബരന്റെ കേസിനെ കുറിച്ചല്ല, മാധവന്റെ കേസിനെ കുറിച്ച്. ആ കേസ് നിങ്ങൾ വീണ്ടും അന്വേഷിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് കൂട്ടിക്കോ. നാട്ടുകാരുടെ ഇടയിൽ മാധവനെ കൊന്നത് ഗിരിയാണെന്നൊരു സംസാരമുണ്ട്. അത് ഏറ്റവും കൂടുതൽ പറഞ്ഞു നടന്ന ആൾ പീതാംബരനായിരുന്നു.